രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിഷയത്തെ സംബന്ധിച്ച് അതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഒരു അഭിപ്രായം പറയേണ്ട സമയം പരസ്യമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ വന്നത് തീർച്ചയായിട്ടും നമ്മൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്കുണ്ട്. ചിലർ കുത്തിക്കൊല്ലും, ചിലർ നക്കിക്കൊല്ലും, അല്ലെങ്കിൽ സ്നേഹപ്പാര എന്നൊക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസമായി കാണുമ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ചെയ്യുന്ന, ഞാൻ സൈബർ ആക്രമണത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത് പ്രധാനമായും കാണുമ്പോൾ ഒരുപക്ഷെ അത് മാങ്കൂട്ടത്തിലിന്റെ ശത്രുക്കളാണോ ഇത് ചെയ്യുന്നത് എന്ന് ന്യായമായി സംശയിക്കുന്ന തരത്തിലാണ് കമന്റുകളും പോസ്റ്റുകളും ഒക്കെ വരുന്നത്. അതാണ് ഞാൻ ഈ സ്നേഹപ്പാര എന്ന് ഉദ്ദേശിച്ചത്. ഞാനത് ശത്രുക്കളാണെന്നുള്ള അക്ഷരാർത്ഥത്തിലല്ല പറയുന്നത്, തോന്നിപ്പോകുന്നതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവായിട്ട് അയാളോട്, ആ ചെറുപ്പക്കാരനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പണി എന്ന് പറയുന്നത് അത് ആ ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുന്ന ആളുകളെയും ഒക്കെ ഭാവിയിൽ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഇത്രയൊക്കെ ആവേശം കാണിക്കുന്ന നിങ്ങൾക്ക് കേരളത്തിലുടനീളം ഒരു പ്രകടനം നടത്തിക്കൂടെ? അവിടെ ചെറുതാവട്ടെ, 5 പേരാവട്ടെ, 10 ആവട്ടെ. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഈ വളരെ സ്ത്രീ വനിതാ നേതാക്കൾക്കെതിരെ തന്നെ കേട്ടാലിറക്കുന്ന തരത്തിലുള്ള ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്, കമന്റുകൾ കാണുന്നുണ്ട്. നിങ്ങൾ അയാളോട് സ്നേഹമുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100 കണക്കിന് പ്രകടനം നടത്താത്തത് അതല്ലേ അതിന്റെ ഒരു ശരി? അതുകൊണ്ട് ദയവായി മലർന്നു കിടന്ന് തുപ്പരുത്. അയാളോട് സ്നേഹമുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യരുത്. അയാളോട് ശത്രുത ഉണ്ടെങ്കിൽ ചെയ്തു, കുഴപ്പമില്ല. നമ്മളൊക്കെ പല പണികൾ ചെയ്തിട്ടുള്ളതാണ്. സർക്കാർ നിർത്തുന്നു. നന്ദി, നമസ്കാരം.